സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആഴത്തിലുള്ള പഠനങ്ങളിലൂടെ വിചിന്തന പരമ്പരകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകചരിത്രം എന്നും പലായനങ്ങളുടേതാണ്. മനുഷ്യനെന്നും പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നതിൻ്റെ ചരിത്രം ലോകത്തിലെങ്കും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. നമ്മളിപ്പോൾ കേരളത്തിൻ്റെയൊക്കെ കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിപ്പോയവർ പലായനം. പിന്നീടൊരു കാലഘട്ടം വന്നപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേഷൻ വന്നു. ഇപ്പോൾ വികസിത രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് US, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഗൾഫിൽ നിന്നും പലായനങ്ങൾ നടക്കുന്നു. ലോകചരിത്രം എന്നും ഇങ്ങനെ മനുഷ്യൻ്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ഒരുപക്ഷെ തൊഴിലിൻ്റെ പുരോഗതിക്ക്, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ സ്വന്തമാക്കാൻ മനുഷ്യൻ എന്നും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്. അതിൽ പുതുമയില്ല, അതിൽ വ്യത്യസ്തതകൾ മാത്രമാണുള്ളത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല, ധാരാളം യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ വലിയൊരു പിയർ പ്രഷർ ഞാൻ കാണുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെയും ഇപ്പുറത്തെ വീട്ടിലെയും കൊച്ച് പഠിക്കാൻ UK പോയി, പിന്നെ ഞങ്ങളുടെ കൊച്ച് പോയില്ലെങ്കിൽ മോശമല്ലേ? ഈ ഒരു പിയർ പ്രഷർ കാരണം ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഇന്ന് വിദേശത്തേക്ക് പഠനത്തിനും തൊഴിലിനുമായിട്ട് പോവുകയാണ്. ചിലരൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇവർക്കിപ്പോൾ അവിടെ പോയി പഠിക്കേണ്ട അത്യാവശ്യമുണ്ടോ? നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ്, അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളുണ്ട്, ഇവിടുത്തെ സർവകലാശാലകളിൽ തന്നെ പഠിച്ചാലും അതിനൊരു മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകളിലേക്ക് വരാൻ സാധ്യതയുള്ള കുട്ടിയാണ്, പിന്നെ എന്തിന് ഇങ്ങനെ പോകണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു പിയർ പ്രഷർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച ഏതൊരു ചിന്തയിൽ പലരും പോവുകയാണ്. അതിനാൽ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ വിദേശത്ത് പോകുന്ന യുവജനങ്ങളുടെ സാമ്പത്തിക രംഗം, സാമ്പത്തിക തലം എപ്രകാരമാണ് മെച്ചപ്പെടേണ്ടതെന്നും മെച്ചപ്പെടുത്തേണ്ടതെന്നും നമ്മൾ അറിയണം. കാരണം പലരും പോയി അഡ്മിഷൻ എടുക്കുന്ന സർവകലാശാലകളൊന്നും വളരെ അംഗീകൃതമായ സർവകലാശാലകളോ വളരെ മേന്മയുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ അല്ല ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യതകളും വളർച്ചകളും അതിനെ അടിസ്ഥാനപ്പെടുത്തി വലുതായിട്ടുണ്ടാകണമെന്നില്ല. വിവിധ രാഷ്ട്രങ്ങൾ, വിവിധ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ടും നമ്മുടെ പല കുട്ടികളെയും പലയിടത്ത് വെച്ച് കണ്ടുമുട്ടുന്നതും കൊണ്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ 17 വയസ്സ്, മാക്സിമം 18 വയസ്സാകുമ്പോഴേ കുട്ടികൾ ഡിഗ്രിക്കായിട്ട് പോകുന്നു. ഡിഗ്രി കഴിഞ്ഞവർ PG ക്കായിട്ട് പോകുന്നു. വളരെ നല്ല കാര്യം, പോകുന്നതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്രകാരമാണ് അവരുടെ ജീവിതത്തെ പ്രത്യേകിച്ച് സാമ്പത്തികമായി ക്രമപ്പെടുത്തേണ്ടത് എന്നതിലേക്ക് വെളിച്ചം വീശാനാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ പരിശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതൊരു രാജ്യത്ത് ചെന്നാലും, ഇവിടെയാണേലും അവിടെയാണേലും, ഫസ്റ്റ് പോയിന്റ്, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. മൈ ലൈഫ് ഈസ് ഇൻ മൈ ഹാൻഡ്സ്. എൻ്റെ ജീവിതം എൻ്റെ കൈകളിൽ സേഫായിരിക്കും, അതവിടെ സുരക്ഷിതമായിരിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകണം. പലപ്പോഴും അവിടെ ചെന്നിട്ട് ആദ്യത്തെ നാളുകളിൽ ഒരു മാസ്മരിക ലോകത്ത് ചെന്നുപെട്ട് പഠനവും തൊഴിലും ഉഴപ്പുന്നവരെയും വലുതായിട്ടൊന്നും നേടാൻ പറ്റാത്തവരെയും എടുത്തുകൊണ്ടുപോയ കടത്തിൻ്റെ ബാധ്യത കൊണ്ട് മാത്രം ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചു പോകുന്നവരെയും ധാരാളമായി കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ വേണ്ടത്, യു ഷുഡ് ഹാവ് എ സെറ്റ് ഫിനാൻഷ്യൽ ഗോൾസ്. ഒരു രാജ്യത്ത് നിന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ഞാനിവിടെ വന്നത് പഠിക്കാനാണെന്നും, ഞാൻ പഠിച്ചിട്ട് എനിക്കിവിടെ ഒരു നല്ല മെച്ചപ്പെട്ട തൊഴിൽ സ്വന്തമാക്കണമെന്നും, ആ തൊഴിൽ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്നും, എന്നെ ഇങ്ങോട്ട് അയച്ച മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഞാനൊരു തണലാകണമെന്നും, എന്നെ സാമ്പത്തികമായി ആശ്രയിക്കാൻ തക്ക വിധം അവർക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു മാർഗദർശിയായിട്ട് ഞാൻ മാറണമെന്നുമൊക്കെയുള്ള
പോസിറ്റീവായ ചിന്തകളാൽ നിറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അതിനാണ് ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫ് അത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് നശിപ്പിക്കാനുള്ളതല്ല, ജീവിതം മനോഹരമാക്കാനുള്ളതാണ്. ഏൺ വൈൽ യു ലേൺ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പഠനകാലത്ത് തന്നെ നമ്മൾ സമ്പാദിക്കുക. അതിനുവേണ്ടിയാണ് പലരും വിദേശത്തോട്ട് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ അവർ പറയുന്നത് പാർട്ട് ടൈം ജോലി ചെയ്യാം, കിട്ടുന്ന ജോലി കൊണ്ട് പൈസ അടച്ച് പഠിക്കാം, ഇതൊക്കെ പറഞ്ഞ് നല്ല നല്ല ചിന്തകളിലേക്കാണ് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്നത് പലർക്കും ചെറിയ കോഴ്സുകളും ചെറിയ ജോലികളും, നല്ല രീതിയിൽ ഉയർന്നു പോകേണ്ട പല വ്യക്തിത്വങ്ങളും പല വിദ്യാർത്ഥികളും ചെറുതായി പോകുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇതാണ്, കുന്നോളം എത്തേണ്ടവർ കുന്നിക്കൊരു പെറുക്കരുതെന്നൊരു ചൊല്ലുണ്ട്. അവർ ഉയർച്ചയുടെ പടവുകളിൽ എത്തേണ്ടതാണ്. കാരണം അവർക്ക് അത്രമാത്രം ബുദ്ധിയുണ്ട്, ഓർമ്മശക്തിയുണ്ട്, കഴിവുണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അവരവിടെ ചെന്ന് ചെറിയ ജോലി, ചെറിയ കോഴ്സ്, ഒരു 6 മാസത്തെ കോഴ്സ് പെട്ടെന്ന് പഠിച്ച് ചെറിയ ജോലി പ്രവേശിച്ച് ജീവിതത്തിൽ എത്തേണ്ടടുത്ത് എത്താതെ പോയ അനേകം വിദ്യാർത്ഥികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിൻ്റ്, യുവർ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ആർ ദെയർ ടു ഫ്ലൈ. ഉയർന്നു പറക്കേണ്ടവരാണ്. ഉയർന്നു പറക്കേണ്ട പലരും നിസ്സാരമായി ജോലി പ്രവേശിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയാമോ? അവരുടെ 30കളിൽ 40കളിൽ നിരാശയിലാവും. ചിലരൊക്കെ പല രീതിയിൽ രക്ഷപ്പെട്ടേക്കാം. ദർ ആർ എക്സെപ്ഷണൽ കേസസ്. ചില ബിസിനസ് ചെയ്തിട്ടോ ഒക്കെ രക്ഷപ്പെട്ടേക്കാം. നമ്മളവിടെ പോയി പെട്രോൾ പമ്പിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ജോലി ചെയ്ത് പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ കുന്നിക്കുരു പെറുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ചെറിയ ജോലിയിൽ നിന്നുകൊണ്ട് ഉയരേണ്ട തലങ്ങളിലേക്ക് എത്താതെ പെട്ടുപോകുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്, സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം, അതിനെനിക്ക് വ്യക്തമായ ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാകണം, നല്ല സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ്, മേക്ക് ആക്ഷൻ ടു റീച്ച് യുവർ ഗോൾസ്. ഞാനൊരു ടീച്ചറായതുകൊണ്ടും ഒരു സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക ആയതുകൊണ്ടുമാണ് ഞാൻ ഈ 1, 2, 3, 4 ഇട്ടൊരു ടീച്ചിങ് സ്റ്റൈലിൽ സംസാരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക ആയതുകൊണ്ട് തന്നെ അനേകം ജീവിതങ്ങളിൽ ബേസിക് സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഓരോ എപ്പിസോഡുകളും വിടരുന്നത്. ഏതാണ്ട് 30 വർഷത്തെ വിവിധ കലാലയങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചും സാമ്പത്തിക ഗവേഷക ഗൈഡായും സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയും സാമ്പത്തിക കൗൺസിലിംഗ് നൽകിയുമുള്ള എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, മേക്ക് ആക്ഷൻ ടു റീച്ച് യുവർ ഗോൾസ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഫീസിന് വേണ്ടി എടുക്കുന്ന പൈസ ഫീസിനായിട്ട് തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും പലരും വിദേശത്തോട്ട് പോയത്. 12 ലക്ഷവും 15 ലക്ഷവും 30 ലക്ഷം 6 ലക്ഷം മുതൽ അങ്ങോട്ട് ലോൺ എടുത്തവരെയാണ് എനിക്കറിയാവുന്നത്. ഹംഗറി പോലുള്ള രാജ്യങ്ങളിൽ പോകാനാണ് ഈ 6 ലക്ഷം എടുക്കുന്നത്. മറ്റു പല രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് 10 ലക്ഷം 12 ലക്ഷം 15 ലക്ഷം 30 ലക്ഷം വരെയൊക്കെ ലോൺ എടുത്താണ് പലരും പോയിരിക്കുന്നത്. ഈ ലോൺ എടുത്തു കൊണ്ടുപോയ തുക നമ്മുടെ ഫീസ് അടയ്ക്കാനുള്ളതാണെന്നുള്ള ചിന്തയാണ് വേണ്ടത്. ഫ്രണ്ട്സൊക്കെ നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പ് ഈസ് വെരി ഗുഡ്. ഫ്രണ്ട്സ് വാല്യൂ ആണ്, നമ്മുടെ ജീവിതത്തിന് വാല്യൂ തരുന്നവരാണ്, മൂല്യം തരുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഫ്രണ്ട്സ് ഒന്നിച്ചു കൂടി ഫീസ് അടയ്ക്കേണ്ട തുകയെല്ലാം മറിച്ച് കമ്പനി കൂടി ഫുഡ് കഴിച്ച് പിന്നെ മറ്റ് പല പല രസങ്ങളിലേക്ക് ഡ്രഗ്സായോ മറ്റ് പലതിലേക്ക് ഡ്രിങ്ക്സായോ ഒക്കെ പോയി പലപ്പോഴും കാശ് വേണ്ടാത്ത സമയത്ത് ഉപയോഗിച്ചതിന് ശേഷം കൃത്യസമയത്ത് ഫീസ് അടയ്ക്കാഞ്ഞത് കൊണ്ട് മാത്രം അഡ്മിഷൻ നഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയ അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വിദേശത്ത്. പരീക്ഷ എഴുതാൻ പറ്റിയില്ല, കാരണം ഫീസ് അടച്ചില്ല. നിയമങ്ങൾ കർക്കശമാണ്. അപ്പോൾ പരീക്ഷ എഴുതാനുള്ള ഫീസ് കിട്ടിയത് എന്ത് ചെയ്തു? ഫീസൊക്കെ തീർന്നു മിസ്സേ. എങ്ങനെ തീർന്നു? അത് കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് തീർന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് റീച്ച് ചെയ്യാനുള്ള മാർഗങ്ങളാണ്.
പലപ്പോഴും സുഹൃത്തുക്കളോടൊക്കെ നോ പറയേണ്ടടുത്ത് നോ പറയാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾ. വേണ്ട എന്ന് പറയാൻ സാധിക്കുന്നിടത്ത്, കാരണം വിദേശത്തേക്ക് നമ്മളെ കയറ്റി അയക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാട്ടിലിരിക്കുന്നു. സോ സേ നോ ടു സർട്ടൻ പീപ്പിൾ, സേ നോ ടു സർട്ടൻ ഫ്രണ്ട്ഷിപ്സ്. എന്നാൽ മാത്രമേ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഡോണ്ട് മേക്ക് എനിവൺ ടു കൺട്രോൾ യുവർ ഫിനാൻസസ്. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങളിലെത്താൻ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെട്ട് സാമ്പത്തികം പല വഴിക്ക് പോയാൽ, ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. പ്ലാസ്റ്റിക് മണി എന്ന് പറയും, ഡിജിറ്റൽ മണി എന്നൊക്കെ നമ്മൾ പറയും. ഈ ഡിജിറ്റൽ മണിയും ഡിജിറ്റൽ കറൻസിയൊക്കെ നമ്മുടെ സാമ്പത്തിക ട്രാൻസാക്ഷൻസ് സ്മൂത്താക്കാൻ വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അല്ലാണ്ട് അത് ദുരുപയോഗിച്ച് നമ്മുടെ ഉള്ള സാമ്പത്തികം കൂടി പോകാതിരിക്കുക. ചില വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികളുടെ കയ്യിലുള്ള കാശിനെ അടിച്ചു മാറ്റാൻ അമിതമായ കഴിവുള്ളവരാണ്. ചിലരെന്ന് ഇരയാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് അയച്ച പൈസ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അവനവനാവശ്യമായ കാര്യങ്ങളെല്ലാം സ്വന്തമാക്കുന്ന പ്രവണതയുള്ള ധാരാളം വിദ്യാർത്ഥികളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് വിദേശത്ത് പോയ, പഠിക്കാൻ പോയ, തൊഴിലിന് പോയ ചെറുപ്പക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ്. സോ ഡോണ്ട് അലോ എനിബഡി ടു കൺട്രോൾ യുവർ ഫിനാൻസസ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും നിങ്ങളുടെ ഡെബിറ്റ് കാർഡും മറ്റൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി എന്തെങ്കിലും മുങ്ങിയാൽ നിങ്ങൾ ആ രാജ്യത്ത് എന്തു ചെയ്യും? എത്ര കാലം പണിയെടുത്താൽ കടം വീട്ടാൻ പറ്റും? അങ്ങനെ ചതിക്കപ്പെട്ട അനേകരുടെ ഫിനാൻഷ്യൽ കൗൺസിലിംഗ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചില വിദേശ രാജ്യങ്ങളിൽ വേറെ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിരിക്കും പോകുന്നത്. ക്ലാസ്സിന് ശേഷം എന്നെ കാണാൻ വരുന്നവർക്കെല്ലാം എന്നോട് പറയാനുള്ളത് സാമ്പത്തിക രംഗത്ത് അവർക്കുണ്ടായ തിരിച്ചടികളുടെ കഥനകഥകളാണ്. ഇനി എത്ര വർഷം ഞാൻ ഈ രാജ്യത്ത് നിന്നാൽ ഈ കടം വീട്ടാൻ പറ്റും മിസ്സേ എന്നാണ് എന്നോടുള്ള ചോദ്യം. ഞാനായിട്ട് വരുത്തി വെച്ച കടമല്ല, മറ്റുള്ളവരാൽ ഞാൻ ചൂഷണം ചെയ്യപ്പെട്ടത് മൂലമുണ്ടായ കടമാണ്. അതുകൊണ്ട് തന്നെ 5ഉം 6ഉം വർഷമായിട്ട് നാട്ടിലോട്ട് വരാത്തവരെയും ഒരിക്കലും ഇനി നാട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനമെടുത്തവരെയും ഒക്കെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതും സാമ്പത്തിക കാരണങ്ങളാലാണെന്നുള്ളതാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ഒരു സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക എന്ന നിലയിൽ മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവും ആ വ്യക്തിയും കുടുംബം ഒളിച്ചോടുന്നതും പലപ്പോഴും അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ഞാൻ പോയിൻ്റായിട്ട് പറയുന്നത്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വേറൊരാൾക്കും ഉപയോഗിക്കാൻ കൊടുക്കരുത്. നമുക്കാരോട് സ്നേഹമില്ലെന്നും അല്ലെങ്കിൽ ആരെയും നമുക്ക് വേണ്ട എന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സാമ്പത്തിക ട്രാപ്പുകളിൽ, ചൂഷണത്തിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ. ഇനി നമ്മുടെ ഒരു സുഹൃത്തിനോ ബന്ധുവിനോ ഒരു അത്യാവശ്യം വന്ന് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് അവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. സഹായിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പണം ഷെയർ ചെയ്യാനുള്ളതാണ്, സമ്പത്ത് പങ്കുവയ്ക്കാനുള്ളതാണ്. പക്ഷേ ചതിക്കുഴികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില വ്യക്തികൾ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ഇതുപോലുള്ള സാധ്യതകൾ ഉപയോഗിച്ച് അവരെ ട്രാപ്പിലാക്കിയിട്ട് മുങ്ങിക്കളയുന്നവരാണ്. നമ്മുടെ പല മലയാളി വിദ്യാർത്ഥികളും പഠനം ഉപേക്ഷിച്ചു. പോയത് പഠിക്കാനാണെങ്കിലും പഠനം ഉപേക്ഷിച്ചു. എന്നിട്ട് ഏതെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്ത് ദയനീയമായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടുമുട്ടേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. നാലാമത്തെ പോയിന്റ്, നിങ്ങളിവിടെ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പോയെന്ന് വിചാരിക്കുക. സപ്പോസ് നല്ലൊരു ശതമാനം, 90% ആൾക്കാരും
വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് അപ്പുറത്തോട്ട് പോകുന്നു. കാരണം പെട്ടെന്ന് ലക്ഷങ്ങൾ കയ്യിലില്ലല്ലോ. ബാങ്കുകളാണെങ്കിൽ ഉദാരമായി നൽകാൻ തയ്യാറുമാണ്. പലിശ വളരെ വലുതാണെന്ന് മാത്രം. 13-14% പലിശ മേടിച്ച് പലിശ കൊടുത്ത് ലോൺ എടുത്ത് അക്കരെ ചെന്നിട്ട് ഈ ലോൺ തിരിച്ചടയ്ക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്നുള്ളൊരു വലിയ വിചാരത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ കിടപ്പാട് നഷ്ടപ്പെടുന്നു. ആ ഒരു ചിന്ത, സ്റ്റുഡൻസ് ലോൺ ഓർ എഡ്യൂക്കേഷൻ ലോൺ ഈസ് ഓൾവേസ് ആൻ ഒബ്ലിഗേഷൻ, ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ചിലവുകൾ ചുരുക്കാനും എഡ്യൂക്കേഷൻ ലോൺ എടുത്തത് എഡ്യൂക്കേഷൻ ലോണിനും തന്നെ ഉപയോഗിക്കാനും എത്രയും പെട്ടെന്ന് പഠനം പൂർത്തിയാക്കാനും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാനുമുള്ള ബാധ്യത നമുക്കുണ്ടെന്നുള്ളൊരു വിചാരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കണം. ഒരു പെൺകുട്ടി എന്നോട് പറയുകയായിരുന്നു, ലോണൊന്നും ഞാൻ തിരിച്ചടയ്ക്കാനൊന്നും പാടില്ല, കുറേ കഴിയുമ്പോൾ ബാങ്കുകാർ എഴുതി തള്ളിക്കോളുന്നു. ഒരു പെൺകുട്ടി വിദേശത്ത് എന്നോട് പറഞ്ഞാണ്, ജോലി കിട്ടിയാലും ഞാൻ അടയ്ക്കാനൊന്നും പാടില്ല, കുറേ കഴിയുമ്പോൾ ബാങ്കുകാർ അതൊക്കെ എഴുതി തള്ളിക്കോളും. ഞാൻ പറഞ്ഞു, ഇത്ര ലാഘവബുദ്ധിയോടുകൂടി നിന്നിട്ട് എഡ്യൂക്കേഷൻ ലോണിനെ കാണരുത്. കാരണം നിൻ്റെ കിടപ്പാടം പ്ലഡ്ജ് ചെയ്ത് പണയപ്പെടുത്തിയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. ഇത്ര ലാഘവബുദ്ധിയോടുകൂടി നീ നിൻ്റെ മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ കാണരുത്. ചില പർട്ടിക്കുലർ കേസുകളിൽ ബാങ്കുകൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് ഇതിനെ നീ ജനറലൈസ് ചെയ്യരുത്. അതുകൊണ്ട് എന്തെങ്കിലും ശരിയാകും. മാത്രവുമല്ല, എടുത്ത പണം തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത നമ്മുടെ തൊഴിൽ മേഖലയിലെ അനുഗ്രഹത്തിന് വഴി തുറക്കും. നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടണം. വർക്ക് കൾച്ചർ നന്നാകണം, വർക്ക് ബെനിഫിറ്റ് നല്ലപോലെ കിട്ടണം, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കിട്ടണം, പുതിയ പുതിയ പഥാവിലേക്ക് വളർന്ന് ഉയരണം. ഇത് മൂല്യാധിഷ്ഠിതമായ വളർച്ചയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ തെറ്റായ രീതിയിൽ വളരുന്നവരുമുണ്ട്. അതുകൊണ്ട് എൻ്റെ കരിയർ ഗ്രോത്തുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ ഒബ്ലിഗേഷൻ ടു എ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയ പൈസ തിരിച്ചടയ്ക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്നും അതെൻ്റെ കടമയാണെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു മേഖലകളിൽ എഡ്യൂക്കേഷൻ ലോൺസ് അത്യാവശ്യം ഉണ്ടെങ്കിലേ എടുക്കാവുള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് എന്നാണ് ഞാൻ പറയാറ്. ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ കൈക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോഴേ ലോൺ എടുക്കാവുള്ളൂ എന്ന് പറയും. മറിച്ച് ഒരു സ്കോളർഷിപ്പോടുകൂടിയൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ലോൺ എടുക്കരുതെന്ന് പറയും. അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുക എന്നുള്ളത്. 5ാമത്തെ പോയിൻറ്റ്, ഏതൊരു രാജ്യത്ത് ചെന്നാലും നമ്മുടെ നാട്ടിലും ധാരാളം സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. ഒരു പൈസ പോലും ഫീസ് അടയ്ക്കാതെ PhD വരെ പഠിച്ചവരെ എനിക്കറിയാം. ഓരോ കാലഘട്ടത്തിലും പഠിക്കുമ്പോൾ അതാത് സ്കോളർഷിപ്പുകൾ സ്വന്തമാക്കണം. നമ്മുടെ നാട്ടിലെ കാര്യം ഞാൻ പറയുന്നത്, PhD വരെ പഠിച്ചിട്ട് 5 പൈസ മുടക്കിയിട്ടില്ലെന്ന് പറയും. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, PGക്ക് പഠിക്കുമ്പോഴും സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, PhD മന്ത്ലി സ്റ്റൈഫൻഡോടുകൂടിയാണ് പഠിക്കുന്നതെന്ന് ആ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നാട്ടിലുമുണ്ട് കേട്ടോ. ഗവൺമെൻറ് ധാരാളം സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, വിവിധ സർവകലാശാലകൾ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, വിവിധ സംഘടനകൾ. ചില സംഘടനകളൊക്കെ എന്നെ സമീപിച്ച് പറയാറുണ്ട്, ടീച്ചറെ പഠിക്കാൻ കഴിവുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു 10 പിള്ളേരുടെ ലിസ്റ്റ് തന്നാൽ ഞാൻ സഹായിക്കാം. കഴിഞ്ഞ ദിവസം എറണാകുളം സിറ്റിയിലുള്ള ഒരു സന്നദ്ധ സംഘടന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏതെങ്കിലും പെൺകുട്ടികൾക്ക് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഹോസ്റ്റൽ ഫീസ് ഒരു 15 പിള്ളേരോളം ഞങ്ങൾ സഹായിക്കാൻ റെഡിയാണ്. സന്നദ്ധ സംഘടന പറയും. 2 കണ്ടീഷനേ ഉള്ളൂ, പഠിക്കാൻ മിടുക്കരായിരിക്കണം, സാമ്പത്തികമായി പിന്നോക്കമായിരിക്കും. എറണാകുളം സിറ്റിയിൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സംവിധാനം. ഈ സ്കോളർഷിപ്പുകൾ നാട്ടിലും വിദേശത്തും ധാരാളം ലഭ്യമാണ്. കുട്ടികളത് സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനൊക്കെയാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മുടെ ടെക്നിക്കൽ സ്കിൽ, നമ്മുടെ ഗൂഗിളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാനൊക്കെ വിവിധ വെബ്സൈറ്റുകളെടുത്ത് വിവിധ സ്കോളർഷിപ്പുകളെടുത്ത് അവെയർനെസ് അല്ലെങ്കിൽ നോളജ് ഇൻഫർമേഷൻ എന്ന് പറയും.
പല കുട്ടികളോടും ഞാൻ പറയും, ഇന്ന സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, അപേക്ഷിച്ചാൽ അറിയത്തില്ല മിസ്സേ, ഞാനൊന്നും ചെയ്തില്ല. ഇത് ഇന്നടത്ത് ചെന്നാൽ ആപ്ലിക്കേഷൻ ഫോം കിട്ടും കേട്ടോ, ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ, വില്ലേജ് ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടി വന്ന് യു വിൽ ഗെറ്റ് ഇറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ പോലും എന്തോ നാണക്കേട് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോകാത്ത അനേകം കുട്ടികളെ എനിക്കറിയാം. എന്നാൽ അർഹതയില്ലാത്ത പലരും ഇതൊക്കെ അപേക്ഷിച്ച് സ്വന്തമാക്കി കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ടവരാണെങ്കിലും കിട്ടാവുന്ന സ്കോളർഷിപ്പുകളെല്ലാം മേടിക്കുന്നവരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വിദേശത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സർവകലാശാലകൾ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ എല്ലാ സാധ്യതകളും, ചിലപ്പോൾ ഫീസായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ മെസ്സ് നിങ്ങളുടെ ഭക്ഷണമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ താമസമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഉപരിപഠനങ്ങൾക്കുള്ള സ്കോളർഷിപ്പായിരിക്കാം. വ്യത്യസ്തമായ സ്കോളർഷിപ്പുകളുടെ ഇത് വെറുതെ സെർച്ച് ചെയ്താൽ മതി. scholarship.com എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. ഗവൺമെൻറ് സ്കോളർഷിപ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. വിദേശത്തും ഇതുപോലെ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ടെക്നോളജി ഉപയോഗിക്കുന്നതിനും ധാരാളം സമയം മൊബൈലിൽ ചിലവഴിക്കുന്നവരും ഗൂഗിളിൽ സ്പെൻഡ് ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിലും ഈ വക മേഖലകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത്, അല്ലാണ്ട് മറ്റ് പൈങ്കിളി കാര്യങ്ങൾക്ക് മാത്രമല്ല എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോളർഷിപ്പിൻ്റെ തലങ്ങൾ നിങ്ങൾ പ്രധാനപ്പെട്ട. മറ്റൊരു തലം ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയാണ്. യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ഉണ്ട്. നിങ്ങൾ അവരുടെ അടുക്ക ചെല്ലുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് അടുക്ക ചെല്ലുക, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ പറയുക, ഏത് രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് എപ്പോഴും നിങ്ങളെ ഏത് രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് സഹായിക്കാനുള്ളവരാണ്. ഫൈനലി ഏഴാമതൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും നല്ലൊരു CV തയ്യാറാക്കി വയ്ക്കുക. വാട്ട് ഈസ് CV? കരിക്കുലം വിത്ത്, സിമ്പിൾ ഭാഷ പറഞ്ഞാൽ ബയോഡാറ്റ. നിങ്ങളുടെ കയ്യിൽ എപ്പോൾ ചോദിച്ചാലും എടുക്കാൻ പറ്റിയ വിധത്തിൽ നല്ലൊരു ബയോഡാറ്റ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. ഏത് രാജ്യത്താണെങ്കിലും സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ ചില കമ്പനികളുടെ പ്രത്യേക നീഡുകൾക്കനുസരിച്ച് ചിലപ്പോൾ ഒന്ന് അതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ റെഡി ആയിട്ടുള്ളൊരു ബയോഡാറ്റ. പലപ്പോഴും കുട്ടികളോട് ഒരു ബയോഡാറ്റ തരുമോ, ചിലരൊക്കെ എന്നോട് ജോലിക്കാരി പറഞ്ഞാൽ ഒരു CV ഒന്ന് അയക്കുമെന്ന് ചോദിക്കും. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് CV ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, CV ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് മറുപടി വരും. കയ്യിലൊരു CV ഇപ്പം അയക്കാം മിസ്സേ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ അയച്ചു തരുന്നവരുമുണ്ട്. ആ സെക്കൻഡിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ധാരാളം ജോബ് പോർട്ടലുകളുണ്ട്. പോർട്ടലുകളിൽ പെട്ടെന്നായിരിക്കും നമ്മളിങ്ങനെ പരസ്യങ്ങൾ കാണുന്നത്, ഇന്ന വേക്കൻസി എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ CV അയക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. വി ആർ ഹയറിങ് എന്ന് പറയുന്നത്. അവർ ഹയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വേണം. അപ്പോൾ കയ്യിൽ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടാകും, ഒരു CV പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത്, കരിയർ ഗ്രോത്ത് നിങ്ങളുടെ ടാർഗറ്റ് ആകട്ടെ. നിങ്ങൾ ഏത് രാജ്യത്താകട്ടെ, UK, USA, ഓസ്ട്രേലിയ, സിംഗപ്പൂരോ, ഗൾഫോ, ഇന്ത്യയോ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, കരിയർ ഗ്രോത്ത് നിങ്ങളുടെ ടാർഗറ്റായിരിക്കും. നമ്മുടെ തൊഴിലിൽ നമ്മളെപ്പോഴും മെച്ചപ്പെടാനും വളരാനും ഉള്ളവരാണ്. അത് ടാർഗറ്റ് ആകണമെന്നുള്ള ചില കണ്ടീഷൻസാണ് ഞാൻ പറഞ്ഞത്. ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്, മേക്ക് ആക്ഷൻ ടു റീച്ച് യുവർ ഗോൾസ്, ഡോണ്ട് മേക്ക് എനിവൺ ടു കൺട്രോൾ യുവർ ഫിനാൻസസ്. എഡ്യൂക്കേഷൻ ലോൺസ് അത്യാവശ്യമെങ്കിൽ മാത്രം എടുക്കുക. സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള അവബോധമുണ്ടാകട്ടെ. ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയെ സമീപിക്കുക. നല്ലൊരു CV ഏത് സമയം തയ്യാറാക്കി വയ്ക്കുക. ലക്ഷ്യം കരിയർ ഗ്രോത്ത് ആകട്ടെ. നന്ദി, നമസ്കാരം.